കർത്താവിൻ്റെ രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വിശുദ്ധന്മാരും ശുശ്രൂഷന്മാരും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. ഇവിടെ എടുക്കപ്പെടുന്ന വിഷയങ്ങൾ പലർക്കും സ്വീകാര്യം അല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമോ ഒരു മെഗാസഭയുടെ ശുശ്രൂഷ സ്ഥാനമോ ലഭിക്കില്ല എന്നും വന്നേക്കാം. നമ്മുടെ കർത്താവിനൊരൊറ്റ പ്ലാറ്റ്ഫോം മാത്രമേ കിട്ടിയുള്ളൂ, ഒറ്റ പ്ലാറ്റ്ഫോം. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. താൻ വളർന്നു വന്ന നസറേത്തിലെ ആലയത്തിൽ ചെന്നപ്പോൾ കിട്ടിയ ദൈവത്തിൻ്റെ വചനം വായിച്ചു, ശുശ്രൂഷ നിവർത്തിച്ചു, പുസ്തകം മടക്കി അവിടുത്തെ ശുശ്രൂഷ എൻ്റെ കയ്യിൽ കൊടുത്തു. താൻ ആരാണ്? മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ താൻ ആരാകുന്നുവെന്ന് യോഹന്നാൻ അറിയേണ്ടതിനു വേണ്ടി ആളുകളെ അയച്ചപ്പോൾ അവരോട് പറഞ്ഞത്, കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവിടെ ചെന്ന് പറഞ്ഞേക്കാൻ യോഹന്നാനോട്. അത്രമാത്രം അത്ഭുതങ്ങളുടെ അത്ഭുത മന്ത്രിയാണ്. ശുശ്രൂഷയ്ക്ക് കൊടുത്ത വേദഭാഗം വായിച്ചിട്ട് കൊടുത്തു, പിന്നീട് അവിടെ യാതൊരു കാര്യവും ചെയ്തതായി കാണുന്നില്ല. ഇത് G2R പ്ലാറ്റ്ഫോം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള കാര്യങ്ങൾ സമഗ്രമായി പഠിക്കുന്ന ഒരു പാഠം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. സ്തോത്രം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും അത് പ്രസംഗിച്ചതുകൊണ്ടാണ്, സത്യവചനം പ്രസംഗിച്ചതുകൊണ്ടാണ് റോഡിൽ കൂടെ വലിച്ചിഴയ്ക്കുകയും വ്രണങ്ങളാൽ ശരീരം നിറയുകയും 195 അടി കൊള്ളുകയും നിന്നയും പഴിയും ദുഷിയും കയ്യേറ്റവും ഒക്കെ കൊണ്ടത്. നമ്മുടെ കർത്താവ് തൻ്റെ ആദ്യ ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷമാണ് ന്യായശാസ്ത്രിമാരും പരീശന്മാരും അവൻ്റെ നേരെ ദുരുപായങ്ങൾ നിരൂപിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആത്മീയഗോളത്തിൽ ഒത്തിരി ന്യായശാസ്ത്രിമാരുണ്ട്, ന്യായത്തിൽ ബിരുദവും ഡോക്ടറേറ്റും പ്രാപിച്ചവർ. ഒരുവൻ്റെ കാര്യം ഞാൻ പറയാം. എന്നോടുകൂടെ പഠിച്ച ഒരു വ്യക്തി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അന്യഭാഷ പറയുമായിരുന്നു. 4 മണിക്ക് മണിയടിച്ച് തോട്ടത്തിൽ പോയി ലേബർ വർക്ക്, മാനുവൽ വർക്ക് കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള ചൗക്കും തോട്ടത്തിൽ പോയി ഒരു കൂട്ടം ആളുകളോടുകൂടി അന്യഭാഷാ ഭാഷണത്തോട് ആരാധിക്കും. പ്രവചന ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് താനെ ഡോക്ടറേറ്റ് എടുത്തപ്പോൾ അന്ന് ചെയ്തതുമൊക്കെ മടയത്തരമായി പോയി, അതൊക്കെ ബാലചാബല്യങ്ങളായിരുന്നു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. എന്താ കാരണം? ന്യായശാസ്ത്രിയായി മാറി. അതുതന്നെയാണ് കർത്താവിനോടും അവർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരുവചനത്തിൽ കാണുന്ന ഭോഷത്വം എന്ന് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ സുവിശേഷം ഈ ലോകത്തിലെ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, ഞങ്ങൾക്കോ ദൈവശക്തിയാണ് കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് തുടർന്നും അല്പസമയം കൂടെ ദൈവവചനം കേൾക്കുക. ആരിഷ്ടപ്പെടുന്നുവോ ഇല്ലയോ വിഷയമല്ല. വിശുദ്ധിയും അശുദ്ധിയും സമാഗമന കൂടാരവും ഇപ്പോഴത്തെ ഈ ചെറിയ ക്ലാസിൻ്റെ വിഷയമാണ്. ഒരിക്കൽ കൂടെ വിശുദ്ധന്മാർ കേൾക്ക പറയട്ടെ, വിശുദ്ധിയും അശുദ്ധിയും സമാഗമന കൂടാരവും. തൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനങ്ങളിൽ നിന്ന് യഹോവയാം ദൈവം ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, only one requirement God demanded from his people. അവർ തൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് അവ പ്രമാണിക്കുകയും ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു. പുറപ്പാട് പുസ്തകം 19:5. അങ്ങനെ അവർ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പാരിതോഷികം, സമ്മാനം, അനുഗ്രഹം, വാഗ്ദത്തം, അവർ യഹോവയാം ദൈവത്തിന് സകല ഭൂതലത്തിലുമുള്ള സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തും പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും എന്നുള്ളതത്രേ. 19-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. യഹോവയുടെ സാന്നിധ്യം അവരുടെ നടുവിൽ ഇടവിടാതെ വസിക്കേണ്ടതിന് യഹോവയാം ദൈവം അവർക്ക് കൊടുത്ത ഏകവും പരമവുമായ നിബന്ധനകൾ മുകളിൽ കേട്ടതാണ്. അതായത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. തീർന്നില്ല. തുടർന്നും ആവർത്തിച്ച് കൊടുത്ത നിബന്ധനകൾ കൂടെ ഒന്ന് വായിക്കട്ടെ. അവരുടെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. അശുദ്ധിയും അവരുടെ പാളയത്തിൽ കണ്ടാൽ
യഹോവ അവരെ വിട്ടുപോകും. ആവർത്തന പുസ്തകം 23:14. അതുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള കെട്ടിയടയ്ക്കപ്പെട്ട ബാത്റൂമുകളും റെസ്റ്റ് റൂമുകളും കൊമോഡുകളും ഒന്നുമില്ല. മരുഭൂമിയിൽ മണലാരുണ്യമല്ലേ? 40 വർഷം കൊണ്ട് 41 സ്ഥലങ്ങളിൽ മാറി കൂടാരം അടിച്ചതുകൊണ്ട് അടിസ്ഥാനങ്ങളുള്ള പട്ടണങ്ങളും വീടുകളുമില്ലായിരുന്നു. അതുകൊണ്ട് ബാഹ്യത്തിന് പോകുമ്പോൾ ആ ബാഹ്യത്തിനിരിക്കുന്ന സ്ഥലത്തൊരു കുഴിയുണ്ടാക്കുന്ന ഉപകരണങ്ങളും ബാഹ്യമിരുന്ന ശേഷം അത് പുറത്തു വന്നിട്ട് ആരുടെയും കാലുകളിൽ പെടാതെ വണ്ണം കുഴിച്ചു മൂടുകയും ചെയ്യണം. പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. രണ്ടാമത്, അവർ അശുദ്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ആവർത്തന പുസ്തകം 23:9. മൂന്നാമത്, അവരുടെ നടുവിൽ വസിപ്പാൻ അവർ യഹോവയ്ക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഹാഗിയോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹാഗിയോസ്, പുറപ്പാട് 25:8. കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, കെട്ടിടത്തിൻ്റെ റൂഫല്ല, ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല ദൈവസാന്നിധ്യത്തിന് ആവശ്യം. അത് വിശുദ്ധമായിരിക്കണം. നാലാമത്, സംഖ്യാപുസ്തകം 4:15. അവർ അശുദ്ധമായത് ഒന്നും തൊടരുത്. മരുഭൂമിയല്ലേ, അശുദ്ധമായതൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അവിടെയും അശുദ്ധമായതുണ്ട്. അത് പുറത്തു നിന്ന് വരുന്നതല്ല, അകത്തുള്ള പാളയത്തിൽ വസിക്കുന്നവരിൽ നിന്നുള്ള അശുദ്ധിയാണ്. ഒരുവന്റെ അശുദ്ധി പുറത്ത് കളഞ്ഞ ശേഷം വേറൊരുവനെ കൊണ്ട് അതിൽ പങ്കുള്ളവനാക്കി തീർക്കരുത് എന്നുള്ള വ്യവസ്ഥയായിരുന്നു അത്. അഞ്ചാമത്, അവരുടെ പുരോഹിതന്മാർ വിശുദ്ധ വസ്ത്രം ധരിക്കണം. പുറപ്പാട് 28:2, 4, 29:29, 31:10, 35:19, 21, 39:1. വസ്ത്രത്തെ സംബന്ധിച്ച് ചില നിയമങ്ങൾ പൊതുജനത്തിന് കൊടുത്തിട്ടുണ്ട്. എങ്കിലും വസ്ത്രത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രമാണം കൊടുത്തത് പുരോഹിതന്മാർക്കാകുന്നു. അവർ വിശുദ്ധ വസ്ത്രമാണ് ധരിക്കേണ്ടത്. എങ്കിൽ ഇന്നത്തെ രാജകീയ പുരോഹിതവർഗമെന്ന് വിശുദ്ധിയിൽ അഭിമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരായ ശുശ്രൂഷകന്മാർ ധരിക്കേണ്ടത് സദാസമയം വിശുദ്ധ വസ്ത്രമായിരിക്കണം. വിശുദ്ധ വസ്ത്രങ്ങൾ എന്തെല്ലാമാകുന്നു എന്ന് പിന്നീട് ഒരു ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ആറാമത്, ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിക്കേണ്ടതിന് യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ച സകല പ്രമാണങ്ങളും ജനത്തെ ഉപദേശിക്കണം. ആരെങ്കിലും ഒരുവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ സാരമില്ല, എനിക്കെന്നാ വേണം എന്ന് ചിന്തിച്ചു പോകുകയല്ല പുരോഹിതന്റെ ജോലി. ദശാംശം കുറഞ്ഞു പോകും, സ്തോത്ര വഴിപാട് കുറഞ്ഞു പോകും, സഭയിലെ അംഗങ്ങൾ കുറഞ്ഞു പോകും എന്ന് ചിന്തിച്ച് കണ്ണടച്ചിരിക്കുന്ന പുരോഹിതന്മാരെയല്ല ദൈവത്തിന് വേണ്ടത്. ലേവ്യ പുസ്തകം 10:10. ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിഷയം ചെയ്തു എന്ന് കേൾവി വന്നാൽ ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിക്കേണ്ടതിന് യഹോവയാം ദൈവം മോശെ മുഖാന്തരം കൽപ്പിച്ച സകല പ്രമാണങ്ങളും ഒട്ടൊഴിയാതെ ജനത്തെ ഉപദേശിക്കണം. വേറെ ജോലിയൊന്നുമില്ലല്ലോ. നേരം വെളുക്കുമ്പോൾ മന്ന പെറുക്കുന്നു, സായങ്കാല സമയമാകുമ്പോൾ കാട വരുന്നു, ആവശ്യമുള്ളപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകണ്ട കേട്ടോ, ഇലക്ട്രിസിറ്റി ഒന്നും കൊടുത്ത് വെള്ളം അഴിച്ചുകൊണ്ട് വരണ്ട, പാളയത്തിൻ്റെ നടുവിൽ കൂടെ ഒഴുകുന്നു, അത് കോരി കുടിച്ചാൽ മതി. വസ്ത്രത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട, വസ്ത്രം പഴകാതെ സൂക്ഷിക്കുന്നു. ചെരുപ്പിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ചെരുപ്പ് കീറാതെ സൂക്ഷിക്കുന്നു. എന്തു വേണം? കാലേബിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞില്ല, ശക്തിയും കുറഞ്ഞില്ല എങ്കിൽ ഇവരുടെ കണ്ണുകൾക്കും ദൈവം തമ്പുരാൻ ഐ സ്പെഷ്യലിസ്റ്റായിട്ട് കൂടെ പാളയത്തിൽ വന്നിരുന്നു. വേറെ എങ്ങും ഒന്നിനും പോകണ്ട, ഉപദേശിച്ചാൽ മാത്രം മതി കേട്ടോ. ഏഴാമത്തെ വിഷയം, ലേവ്യ പുസ്തകം 13:45-46. കുഷ്ഠരോഗികൾ ആരായിരുന്നാലും പാളയത്തിന് പുറത്ത് തനിച്ചു പാർക്കണം. സാംക്രമിക രോഗമാണ്, ത്വക്കിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. കുറച്ചൊക്കെ ദിവസങ്ങൾ അകത്തിരിക്കും, പക്ഷേ പുറത്തത് വെളിപ്പെടും കേട്ടോ. ഏത് രഹസ്യ പാപവും പുറത്തു വരാതിരിക്കയില്ല.
അത് നിങ്ങൾ കണ്ട് പാളയത്തിന് പുറത്തു പോയി ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് അകത്ത് വന്നില്ലെങ്കിൽ ദൈവം അത് പുറത്തു കൊണ്ടുവരും. ഇത് ഒരു മുന്നറിയിപ്പാണ്. അകത്തുണ്ടെങ്കിൽ പ്രസവിച്ചല്ലേ മതിയാകൂ. നിശ്ചയമായിട്ടും പാപത്തെ ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നതിന് മുൻപ് നീതീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. 8, അവർക്ക് തിന്നാകുന്ന മൃഗങ്ങളുണ്ട്. വിവരം കൊടുക്കപ്പെട്ടിരിക്കുന്ന ആ പ്രമാണങ്ങളുണ്ട്. ലേവ്യ പുസ്തകം 11:3. തിന്നരുതാത്ത മൃഗങ്ങളുണ്ട്. തിന്നരുതാത്ത മൃഗങ്ങൾ അവയുടെ മാംസം ഭക്ഷിക്കുകയോ അവയുടെ പിണം തൊടുകയോ ചെയ്യരുത്. ലേവ്യ പുസ്തകം 11:1 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ വ്യവസ്ഥാപിത നിയമം ദൈവം കൊടുത്തിരിക്കുന്നു. 9, ഒരു സ്ത്രീ ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ, അല്ല പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ, 2 കുഞ്ഞുങ്ങളും, അവർ വിശുദ്ധീകരണം തികയുന്നിടം വരെ അവർ വിശുദ്ധ വസ്തുക്കൾ തൊടുകയോ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയോ ചെയ്യരുത്. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്താൽ അതിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുന്നിടം വരെ, വാക്കാലോ നടപ്പാലോ പ്രവൃത്തിയാലോ ക്രിയയാലോ വിശുദ്ധീകരണം പ്രാപിക്കുന്നിടം വരെ, സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമല്ല പുരുഷന്മാരെയും ശുശ്രൂഷന്മാരെയും സംബന്ധിച്ച്, ലേവ്യ പുസ്തകം 12:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അവർ ആലയത്തിൽ വരരുത്. ഞാൻ ചെന്നില്ലെങ്കിൽ എങ്ങനെ ശുശ്രൂഷ? നീ ചെല്ലണ്ട. ആ ശുശ്രൂഷയ്ക്ക് ദൈവം തമ്പുരാൻ വേറെ ആളെ ആക്കിക്കൊള്ളും. ശുശ്രൂഷന്മാർക്ക് പഞ്ഞമുള്ള ദൈവമല്ല ദൈവം. നീ ഇല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികളെ കൊണ്ട് ദൈവം ശുശ്രൂഷിപ്പിക്കും. ആരുമില്ലാതിരുന്ന കാലത്ത് തൻ്റെ ജനത്തെ ശപിക്കേണ്ടതിനു വേണ്ടി കൈക്കൂലിയും കൊടുത്തു കൊണ്ടുവന്ന ആ പ്രവാചകൻ ദൈവശബ്ദം കേൾക്കാതെ പിന്നെയും പുറപ്പെട്ടപ്പോൾ കഴുതയെ കൊണ്ടാണ് ദൈവവചനം പ്രസംഗിച്ച് അവനെ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും നടത്തിയതെങ്കിൽ ദൈവം ഇന്നും മാറ്റമില്ലാത്തവൻ. കോഴിയുടെ കൂവൽ കൊണ്ട് പത്രോസിനെ മാനസാന്തരത്തിലേക്ക് നടത്തിയവനാണ് നമ്മുടെ ദൈവം. 10, മഹാപുരോഹിതൻ തങ്കം കൊണ്ട് പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്ര കൊത്തി മുടിയുടെ മുൻഭാഗത്ത് നെറ്റിയിൽ പട്ടമായി വയ്ക്കണം. അപ്പം മഹാപുരോഹിതൻ എവിടെ വന്നാലും അവൻ്റെ തലയുടെ മുൻപിൽ കാണുന്ന ഭാഗത്ത് നെറ്റിയിൽ പൗരോഹിത്യ മുടിയുടെ താഴെ എഴുതി മുദ്ര കുത്തിയിട്ടുണ്ട്, ഇവൻ യഹോവയ്ക്ക് വിശുദ്ധൻ, ഹോളി അൺടു ദ ലോർഡ്. ആ ഹോളി അൺടു ദ ലോർഡ് വെച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ, ഫസ്റ്റ് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ, സ്റ്റിവാർഡ് മേശപ്പുറത്ത് കള്ളും ചാരായവും കൊണ്ടുവച്ചാൽ കുടിക്കരുത്. പണ്ടൊരിക്കൽ ഒരാള് തിരുവനന്തപുരത്തു നിന്നോ കൊച്ചിയിൽ നിന്നോ വിമാനം കയറി ബഹ്റിനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ്സിലാണ്. തനിക്കിഷ്ടം പോലെ പണമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഒരു വലിയ സഭയുടെ ശുശ്രൂഷകനാണ്. കിട്ടിയത് മുഴുവൻ അടിച്ചു. ഫസ്റ്റ് ക്ലാസ്സിലാ. ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്ന വ്യക്തി അതേ പട്ടണത്തിൽ നിന്നുള്ള ഒരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം തനിക്ക് ബാലൻസ് തെറ്റി വിമാനം ലാൻഡ് ചെയ്തു. ഇത് കെട്ടുകഥയല്ല. എന്നെ കേൾക്കുന്നവർ പലരും ഇതൊരു പക്ഷേങ്കിൽ അറിയാമായിരിക്കാം. ഈ ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് ആദ്യം എഴുന്നേറ്റ് പുറത്തു പോകാം, പിന്നീട് ബിസിനസ് ക്ലാസ്, പിന്നെ വൈ ക്ലാസ്സുകാർക്ക് നോർമൽ ക്ലാസ്സിലും പോകാം. ഇദ്ദേഹം എഴുന്നേറ്റിട്ട് നിൽക്കാൻ വയ്യ. പുറകിൽ ബിസിനസ് ക്ലാസ്സിലിരിക്കുന്ന വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. മുകളിൽ വെക്കപ്പെട്ടിരിക്കുന്ന ഹാൻഡ് ബാഗ് എടുക്കാൻ തനിക്ക് വയ്യ. സ്റ്റിവാർഡ് വന്ന് വെട്ടിയെടുത്തു കൊടുത്തു. നിൽക്കാൻ വയ്യ, ബാലൻസ് ഇല്ലെന്നേ. കിട്ടിയത് മുഴുവൻ അടിച്ചതാ. മഹാപുരോഹിതനാ സഭയുടെ. ബിസിനസ് ക്ലാസ്സിലിരുന്ന അവിശ്വാസിയായ ഇത് കണ്ട വ്യക്തി ഉടൻ തന്നെ ഫോൺ ചെയ്തു സഭയിലെ സെക്രട്ടറിക്ക്. എത്രയും വേഗം വരണം. ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മഹാപുരോഹിതനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയാണ് വീട്ടിൽ കൊണ്ടുപോകേണ്ടത് കേട്ടോ, ബാലൻസ് തെറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചു. പിടിച്ചുകൊണ്ടുപോയി. അന്ന് ആ സെക്രട്ടറി തൽസ്ഥാനം രാജിവെച്ചു. മഹാപുരോഹിതന് കുറച്ച് ദിവസം ശുശ്രൂഷിക്കേണ്ട എന്നൊരു താക്കീത് കൊടുത്തു. തനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. പിന്നീട് താൻ ആ ശുശ്രൂഷ തുടർന്ന് ചെയ്തു. മഹാപുരോഹിതൻ തങ്കം കൊണ്ട് പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്ര കൊത്തി മുടിയുടെ മുൻപിൽ നെറ്റിപ്പട്ടമായി കെട്ടണം. ഇന്നത്തെ ആത്മീയകോളത്തിലെ ശുശ്രൂഷന്മാർക്കൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണിത്. വൈൻ പാർലറിൽ പോയി കുടിക്കുന്ന മദ്യപിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. രഹസ്യമായി കുടിക്കുന്നവരും പരസ്യമായി അല്പം വെള്ളം ചേർത്ത് കഴിക്കുന്നവരുമുണ്ട്. സൂക്ഷിക്കുക. നിങ്ങൾ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട യഹോവയ്ക്കു വിശുദ്ധന്മാരാണ്.
എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ദേശം മുഴുവനും ആലയത്തിൽ പോലും അതിഭയങ്കരമായ മ്ലേച്ഛതകൾ നിറഞ്ഞതിനാൽ ദൈവ സാന്നിധ്യവും തേജസ്സും ആലയത്തിൽ നിറഞ്ഞു നിന്നതും വിട്ടുപോയി. യെഹെസ്കേൽ പ്രവചനം 8:12-16, 9:3, 10-ാം 4-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും 11:23. യഹോവയുടെ തേജസ് പൊങ്ങി 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 ആലയത്തിൻ്റെ വാതിക്കൽ മുകളിൽ പർവ്വതത്തിൽ. പിന്നെ യഹോവയുടെ തേജസ് അവിടെ നിന്ന് വിട്ടുപോയി. അശുദ്ധി കാരണം യഹോവയാം ദൈവത്തിൻ്റെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിന്നും പടിപടിയായി വിട്ടുപോയെങ്കിൽ ദൈവസഭയിൽ നിന്നും അരുതാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന അനാത്മീയ പ്രവൃത്തികളുടെ പ്രവർത്തകന്മാർ മുഖാന്തരം ദൈവ സാന്നിധ്യവും വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ഒരു കാലത്തിൽ നാം വന്നിരിക്കുന്നു. ജാഗ്രതയുള്ളവരായിരിക്കുക. ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി മദ്യപിക്കും. ശുശ്രൂഷയിൽ ലോക്കൽ ചർച്ചുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബിസിനസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ്. പങ്കാളിയായി സഭയിൽ തന്നെയുള്ളൊരു ധനാഢ്യനും ചേർന്നിരുന്നു. സൈറ്റിൽ വരുവാൻ താമസമായപ്പോൾ അദ്ദേഹം ഈ സെക്രട്ടറിയെ കാണാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം രാവിലെയാണ് കേട്ടോ, രാവിലെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ചായ ഇതെന്തവാ ഇത്, ന്യായദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ന്യായവിധി നടക്കുന്ന കാലത്ത് ഞാനത് കൊടുത്തുകൊള്ളാം, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. എത്രയോ ശോചനീയം. ഇവരൊക്കെ വന്ന് കൺവെൻഷന് പ്രസംഗിച്ചാൽ, ഇവർ വന്ന് മാസയോഗത്തിൽ ജനത്തെ പ്രബോധിപ്പിച്ചാൽ, ഇവർ ഞായറാഴ്ച സഭായോഗത്തിൽ വന്ന് പ്രസംഗിച്ചാൽ ദൈവതേജസ് അവിടെ കാണുമെന്ന് ചിന്തിപ്പാൻ ആർക്ക് കഴിയും? മലാക്കി പ്രവചനത്തിൻ്റെ കാലത്ത് വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ നടന്ന അനാത്മീയ പ്രവൃത്തികളിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാത്ത തരത്തിൽ ഇന്നത്തെ ആത്മീയ സഭയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ. അകത്ത് നടക്കുന്നതൊക്കെ പറയാൻ ലജ്ജയാണ്, ലജ്ജ. മടങ്ങി വരാം ദൈവത്തിങ്കിലേക്ക്. 100 വർഷം പഴക്കമുണ്ടെന്നുള്ള പാരമ്പര്യമല്ല ദൈവത്തിന് വിഷയം. ഇന്ന് നീ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ കണ്ട് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ഇന്നത്തെ ആത്മീയ കോളത്തിലെ സകലരെയും സഹായിക്കുമാറാകണം എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആലയത്തെ കണ്ട് കരഞ്ഞതുപോലെ ആലയത്തെ കണ്ട് ഞങ്ങളും ദുഃഖിക്കുന്നു. കർത്താവെ, ക്ഷമിക്കുമാറാകണമേ. ആലയം ഇടിഞ്ഞു പോകാതെ വണ്ണം നിലനിർത്തിക്കൊള്ളുമാറാകണമേ. ആലയത്തിലെ ആരാധന മാറ്റി അകത്ത് പൊൻവാണിഭ കച്ചവടക്കാരും കർത്താവ് ഒരിക്കൽ ചെന്ന് അതിനെ ഇറക്കി. യോഹന്നാൻ 2. പിന്നീട് ആ കച്ചവടം പുറത്തും കർത്താവ് ചാട്ടവാറെടുത്തടിച്ചു. അതിൻ്റെ ഫലമായി കർത്താവ് ക്രൂശിക്കപ്പെട്ടു. കർത്താവെ, ഞങ്ങളും ഈ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നതിനാൽ ശിക്ഷകൾ ഞങ്ങളുടെ മുൻപിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരായി നിൽപ്പാൻ ആവശ്യമായ കൃപ അടിയങ്ങൾക്കും തന്നുകൊള്ളും. ഒരിക്കൽ കൂടെ ശ്രോതാക്കളെയും എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.